അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. മരണവാർത്തയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, നമുക്ക് പണമുണ്ട്, സമ്പാദ്യമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അഹങ്കരിച്ച് നടക്കുമ്പോഴും എല്ലാം ത്യജിച്ച് 6 അടി മണ്ണിലേക്ക് പോകാൻ ഒരു നിമിഷം മാത്രമേ വേണ്ടൂ. നമ്മളെല്ലാം ഉണ്ടായിട്ടും ഇവിടുന്ന് അഹങ്കരിച്ച് നടക്കുകയാണ്. പക്ഷെ പടച്ചറബ് വിചാരിച്ചാൽ ഒരു നിമിഷം മതി എല്ലാം ഇല്ലാതായി തീരാൻ. അതാരും ഓർക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, മരണവാർത്തയാണ്. സങ്കടപ്പെടുത്തുന്നതും ഞെട്ടിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമായ ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ, ആമീൻ. പ്രിയപ്പെട്ടവരെ, ചില മരണങ്ങൾ കേട്ടാൽ നമ്മൾ ഒരുപാട് സങ്കടപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ചില മരണങ്ങൾ കേട്ടാൽ പേടിക്കാറുണ്ട്, ഭയപ്പെടാറുമുണ്ട്. നമ്മളെ ഏവരെയും ഭയപ്പെടുത്തുന്ന ഒരു മരണവാർത്തയാണ് നിങ്ങളെ എനിക്ക് അറിയിക്കാനുള്ളത്. ആ നാട് മൊത്തം ഇന്ന് സ്റ്റക്കായിരിക്കുക, ഭയപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു മരണം, പെട്ടെന്നുള്ള മരണം, അതും യുവതിയുടെയും യുവാക്കളുടെയും മരണം. ഇതുപോലെ ചെറിയ മക്കളും മരണപ്പെട്ടു പോകുന്നുണ്ട്. അതെ, അറ്റാക്ക് മരണം തന്നെ. നമ്മൾ അറിയാതെ മരണപ്പെട്ടു പോവുക. ഒരു രോഗമോ ഒരു പ്രശ്നമോ ഇല്ല, പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ മരണപ്പെട്ടു പോവുക. ഒരുപാട് ഇതുപോലെ ചെറുപ്പക്കാരും കുട്ടികളും മരണപ്പെട്ടു പോകുന്നുണ്ട്. ആളുകൾ പറയുന്നത് വാക്സിൻ്റെ പ്രശ്നമാണെന്ന്. എന്തോ ആയിക്കൊള്ളട്ടെ, അതിനെപ്പറ്റിയൊന്നല്ല നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഏറെ വേദനിപ്പിക്കുന്നതും ഏവരെയും ഭയപ്പെടുത്തുന്നതുമായ 2 മരണവാർത്ത. ഹസീന എന്ന പേരുള്ള ഈ ഒരു പെൺകുട്ടിയുടെ മരണം, ഇതുപോലുള്ള ഇതേ പ്രായക്കാർക്ക് ഭയപ്പെടുത്തുന്ന മരണം. പടച്ചറബ്ബേ, ഇതുപോലുള്ള അവസ്ഥയിൽ നിന്നും നമ്മളെയൊക്കെ കാക്കണേ റബ്ബേ. മരിക്കുന്ന നേരത്ത് നമ്മുടെയൊക്കെ ഖൽബിൽ നീ ഈമാൻ നിലനിർത്തി തരണേ റബ്ബേ. ഹസീന എന്ന ഈ ഒരു പെൺകുട്ടി തന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാൻ പുറപ്പെട്ടതായിരുന്നു. നോക്കണം നിങ്ങൾ, മരണം എന്തെങ്കിലും അറിയോ? സാധാരണ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയിട്ട് വരുന്നെന്നും പറഞ്ഞ് പോയതാ. ഒരു രോഗമോ ഒരു അസ്വസ്ഥതയോ അവർക്കില്ല. ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാൻ പുറപ്പെട്ട ഈ ഒരു സ്ത്രീ ബസ് സ്റ്റോപ്പിൽ വെച്ച് കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ്. എന്തെങ്കിലും അറിയോ? ആർക്കെങ്കിലും അറിയോ? മരണത്തിന്റെ ആ വരവ് നിങ്ങളൊന്ന് നോക്കിയേ. ഇതുപോലുള്ള മരണമാണ് നമ്മളെ ഏറെ ഭയപ്പെടുത്തുന്നത്. ഇതുപോലുള്ള പ്രായക്കാർക്കൊക്കെ ഭയമാണ് ഉണ്ടാവുക. നാളെ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന്. മതിലകം ശ്രീനാരായണപുരം ആല സ്വദേശിയും CPI ബ്രാഞ്ച് സെക്രട്ടറിയുമായ മാന്തുരുത്തി മുഹമ്മദ് റാഫിയുടെ ഭാര്യ ഹസീനയാണ് ഇതുപോലെ മരണപ്പെട്ടത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നലെ ഉച്ചക്ക് മതിലകം താലം റോഡിൽ തട്ടാർക്കടി പള്ളിക്കടുത്ത് വെച്ചാണ് സംഭവം. മതിലകത്തെ വീട്ടിൽ നിന്നും ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാനായി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു വരികയായിരുന്നു. പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണ്. കുഴഞ്ഞു വീണ ഇവരുടെ തല റോഡിലെ കല്ലിലിടിച്ച് വീഴുകയായിരുന്നു. ഉടനെ തന്നെ സമീപത്തെ ആശുപത്രിയിലും പിന്നെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടുപോയി. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. പടച്ചറബ്ബേ, ഇതുപോലുള്ള അവസ്ഥയിൽ നിന്നും നമ്മളെയൊക്കെ കാക്കണേ റബ്ബേ. ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെയൊക്കെ കാക്കണേ റബ്ബേ. ഇതുപോലെ തന്നെ ഏറെ സങ്കടപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതുമായ ഒരു മരണമാണ് ഈ ഒരു 34 വയസ്സുകാരൻ്റേത്. ആ നാട് മൊത്തം ഇന്ന് ഷോക്കായിരിക്കുകയാണ്. ഷോക്കാവുക മാത്രമല്ല, പേടിച്ചിരിക്കുകയാണ്. നല്ല ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള 34 വയസ്സുകാരൻ പെട്ടെന്ന് യാദൃശികമായി മരണപ്പെട്ടു പോവുകയാണ്. സുഹൃത്തുക്കളൊക്കെ ഞെട്ടിയിരിക്കുകയാണ്. എന്നും എല്ലാവരോടും പുഞ്ചിരിച്ചുള്ള സമീപനമായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആർക്കും ഈ ഒരു ചെറുപ്പക്കാരനെ മറക്കാൻ സാധിക്കില്ല. ഏവർക്കും വലിയ ഇഷ്ടമായിരുന്നു. പ്രിയ സുഹൃത്തിന്റെ വേർപാടിൽ നടുക്കം മാറാതെ സുഹൃത്തുക്കൾ, നെഞ്ചത്തടിച്ച് കരിയുന്ന കുടുംബം, ആ നാടിനും നാട്ടുകാർക്കും വലിയൊരു ആഘാതമായിരിക്കുകയാണ് ഈ ഒരു ചെറുപ്പക്കാരന്റെ മരണം. ചാണാട് തെക്കേ ജംഗ്ഷനിൽ മൊബൈൽ ഷോപ്പ് നടത്തി വരുന്ന കാഞ്ഞിപ്പുഴ സ്വദേശി 34 വയസ്സുള്ള അസീമാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. മരണകാരണമായി പറയുന്നത് ഹൃദയാഘാതമാണെന്നാണ്. ചെറുപ്പക്കാരനായ അസീമിന്റെ മരണം ആ നാടും നാട്ടുകാരും ഒക്കെ ഭയപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള ഒരു അവസ്ഥ, ഹൃദയാഘാതം എന്ന ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുമ്പോൾ നമുക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോലും സമയം ലഭിക്കുന്നില്ല. കുഴഞ്ഞു വീഴുക, പെട്ടെന്ന് മരണപ്പെടുക, ഒന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പോലും സമയം ലഭിക്കാറില്ല. പണ്ടൊക്കെ പ്രായമായവർക്ക് വരുന്ന അസുഖമാണ് ഹൃദയാഘാതം, അറ്റാക്ക് എന്നുള്ളത്. ഇന്ന് ആൾ വ്യത്യാസമില്ലാതെ ചെറിയ മക്കൾ പോലും അറ്റാക്കായി മരണപ്പെട്ടു പോവുകയാണ്. നമ്മൾ അറിയാതെ, നമ്മൾ ഒരു തയ്യാറെടുപ്പുമില്ലാതെ മരണപ്പെടുക. പടച്ചറബ്ബ് നമ്മളെയൊക്കെ കാക്കട്ടെ. പടച്ചറബ്ബേ, ഇതുപോലുള്ള അവസ്ഥയിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ അല്ലാഹ്. അസീമിന്റെ ഈ ഒരു മരണം വഴി
അവിടെയൊക്കെ ചർച്ചയായിരിക്കുകയാണ് ചെറുപ്പക്കാരുടെ ഈ അറ്റാക്ക് മരണം. ഒന്ന് ശുശ്രൂഷിക്കാനോ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാനോ സമയം ലഭിക്കാത്ത ഈ ഒരു മരണം, ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കുമാറാകട്ടെ റബ്ബ്. പടച്ചറബ്ബേ, മരിക്കുന്ന നേരത്ത് നമ്മുടെയൊക്കെ കൽബിൽ ഈമാൻ നിലനിർത്തി തരണേ അല്ലാഹ്. പടച്ചറബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ അല്ലാഹ്. പടച്ചറബ്ബേ, പെട്ടെന്നുള്ള ഉടനെയുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. ഈ മരണപ്പെട്ടുപോയ യുവാക്കളുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. മഅഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അർഹമുറഹിമായ റബ്ബേ, ചെറുപ്പക്കാരാണ് റബ്ബേ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. സ്വർഗം കൊടുക്കണേ അല്ലാഹ്, നരകം ഇവർക്ക് ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഇതുപോലുള്ള രോഗത്തിൽ നിന്നും നമ്മളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, നമ്മുടെ മക്കൾക്ക് ഉപ്പയില്ലാതാക്കല്ലേ റബ്ബേ, ഉമ്മയില്ലാതാക്കല്ലേ റബ്ബേ. മക്കളെ ഒറ്റപ്പെടുത്തല്ലേ റബ്ബേ. മക്കൾക്ക് വേണ്ടിയാണ് റബ്ബേ നമ്മുടെ ജീവനും ജീവിതവും ഒക്കെ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. നാളെ മുന്നോട്ടുള്ള ജീവിതം റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബേ. അല്ലാഹുവേ, പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും